അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 തജ്വീദുൽ ഖുർആൻ മോഡൽ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് ചെയ്യണം. 1. റായിനെ തർക്കിക് ചെയ്യേണ്ട സ്ഥലമാണ്. ഓപ്ഷൻസ് നോക്കൂ. വ അസ്തബിർ, ഫുർഖാനൻ, ബർദൻ. ചരിത്രം വ അസ്തബിർ. 2. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ വെളിവാക്കാതെ ഓതണം. ഓപ്ഷൻസ് നോക്കൂ. ജീം, സ്വാദ്, ഐൻ. ചരിത്രം സ്വാദ്. 3. ഇതിലുള്ള ഹ ഉൽ അമീരിനെ നീട്ടി ഓതണം. ഓപ്ഷൻസ് വഇദാ മസ്സഹുൽ ഖൈർ ലഹുൽ മുൽക്കു ഇന്നഹു കാന. ചരിത്രം ഇന്നഹു കാന. 4. ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരിച്ചു. ഓപ്ഷൻസ് ഹിജ്റ 12, ഹിജ്റ 14, ഹിജ്റ 6. ചരിത്രം ഹിജ്റ 12. 5. റായിനെ തർക്കിക് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? ഓപ്ഷൻസ് 5, 4, 3. ചരിത്രം 4. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 6. റസ്മു ഡാഷ്ക്ക് വിരുദ്ധമായി ഖുർആൻ ഓതാൻ പാടില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ ഓതാൻ പാടില്ല. 7. ഹ ഉൽ അമീരിന് മുമ്പും ശേഷവും ഡാഷ് ഉണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹർക്കത്ത്. ഹ ഉൽ അമീരിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. 8. ഫരിഹ എന്നതിൽ റായിനെ ഡാഷ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് തർക്കീഖ്. ഫരിഹ എന്നതിൽ റായിനെ തർക്കീഖ് ചെയ്ത് ഓതണം. 9. മഖ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് മുത്തമാസിലൈനി. മഖ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് മുത്തമാസിലൈനി എന്ന് പറയുന്നു. 10. ഖുർആൻ ഡാഷിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടു. അവിടെ പൂരിപ്പിക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടു. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11. അൽ ഹസ്ഫ്. 12. അസ്സിയാദ. 13. ബദൽ. 14. അൽ ഹംസ്. ഇപ്പുറത്ത് നോക്കൂ. എ ലസുബഹന്ന. ബി യംഹുല്ല. സി മുഅ്മിനൂൻ. ഡി സ്വലാത്ത്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11. അൽ ഹസ്ഫ്. ചരിത്രം ബി. യംഹുല്ല. 12. അസ്സിയാദ. ചരിത്രം എ ലസുബഹന്ന. 13. ബദൽ. ചരിത്രം ഡി സ്വലാത്ത്. 14. അൽ ഹംസ്. ചരിത്രം സി മുഅ്മിനൂൻ. ബി എ ഡി സി. ഇനി ചേരുംപടി ചേർക്കുക. അതിൽ ബി നോക്കൂ. 15. അലിഫിന് തർക്കീഖ് ചെയ്യണം. 16. വാവിനെ തർക്കീഖ് ചെയ്യണം. 17. ഹ ഉൽ അമീരിനെ നീട്ടരുത്. 18. മുത്തജാനിസീനിക്ക് ഒരു ഉദാഹരണം. ഇപ്പുറത്ത് നോക്കൂ. എ ഖദ് തബയ്യന. ബി വ ഇലൈഹി തുർജഊൻ. സി ഖാലൂ ത്വാഇറുക്കും. ഡി വ കുന്നാ തുറാബ. 15. അലിഫിന് തർക്കീഖ് ചെയ്യണം. ചരിത്രം ഡി വ കുന്നാ തുറാബ. 16. വാവിനെ തർക്കീഖ് ചെയ്യണം. ചരിത്രം സി ഖാലൂ ത്വാഇറുക്കും. 17.
ഹ ഉല്ലമീരിനെ നീട്ടരുത്. ചരിത്രം ബി. വ ഇലൈഹി തുർജഊൻ. 18. മുത്തജാനിസീനിക്ക് ഒരു ഉദാഹരണം. ചരിത്രം എ. ഖദ് തബയ്യന. ഡി സി ബി എ. ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 19. ഇദ്ഗാമു മുതമാസിലൈനിക്ക് ഒരു ഉദാഹരണം. ഉത്തരം ഫമാ റബിഹത് തിജാറത്തുഹും. 20. ഹ ഉല്ലമീരിനെ നീട്ടി ഓതിയതിന് ഒരു ഉദാഹരണം. ഇന്നഹു കാന തവ്വാബാ. 21. ഖമരിയായ അക്ഷരങ്ങളിൽ 5 എഴുതുക. ഉത്തരം അലിഫ്, ജീം, ഖാ, റൈന്, ഖാഫ്. 22. ഫതഹോ ലൊമ്മോ ഉള്ള റായിനെ എങ്ങനെ ഓതണം? ഉത്തരം റായിനെ തഫ്ഖീം ചെയ്ത് ഓതണം. അടുത്ത പേജ് നോക്കൂ. 23. അലിഫിനെ തഫ്ഖീം ആക്കിയതിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം വസ്സാഫാത്തി സഫ്ഫാ. ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഏത് അക്ഷരങ്ങൾക്കാണ് മുതഖാരിബൈനി എന്ന് പറയുന്നത്? ഉത്തരം മഖ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക്. 25. ഷംസിയായ അക്ഷരങ്ങളിൽ 4 എഴുതുക. ഉത്തരം താ, ദാല്, റാ, സീൻ. 26. സിഹ്ർ എന്നതിലെ റായിനെ തർക്കീഖ് ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളത് കസ്റുമായത് കൊണ്ട്. 27. മർസദിൻ എന്നതിലെ റായിനെ തഫ്ഖീം ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പ് ഫതഹാവുകയും ശേഷം ഇസ്തിഗ്ലാഇന്റെ ഹർഫും വന്നതിനാൽ. 28. ഷംസിയായ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? ഉത്തരം ഷംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ അവയെ വെളിവാക്കാതെ ഓതണം. 29. എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ട 4 അക്ഷരങ്ങൾ എഴുതുക. ഉത്തരം ഖാ, സ്വാദ്, ളാദ്, റൈന്. 30. മദ് മുൻഫസിൽ എപ്പോഴാണ് ഉണ്ടാവുക? ഉത്തരം ഹ ഉല്ലമീരിന് ശേഷമുള്ള അക്ഷരം ഹംസയാവുമ്പോൾ. 31. ഇസ്തിഫാലിന്റെ ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് തർക്കീക്കും തഫ്ഖീമും ഉള്ളത്? ഉത്തരം അലിഫ്, വാവ്, ലാമ്, റാ എന്നീ അക്ഷരങ്ങൾക്ക്. ഇനി അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. ജംഉൽ ഖുർആൻ. അപ്പം നോക്കൂ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആൻ മനപ്പാടമുള്ള നിരവധി സ്വഹാബികൾ ഷഹീദായി. അപ്പോൾ ഖുർആൻ ഒരു മുസഫിലായി ക്രോഡീകരിക്കപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹിജ്റ 12-ാം വർഷത്തിലായിരുന്നു ഇത്. പിന്നീട് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഹിജ്റ 25-ാം വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഈ മുസഫിൻ്റെ പല കോപ്പികൾ പകർത്തി വിവിധ നാടുകളിൽ വിതരണം ചെയ്തു. 33. യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. ഇവിടെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. നോക്കൂ. അലം നഖ്ലുക്കും ലാ യമസ്സുഹുൽ ഇല്ലൽ മുതഖ്ഖറൂൻ മിൻ ശർരി മാ ഖലഖ് ഫിഅത്തുൻ നുഖാതിലു ഫീ സബീലില്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ഇനി നോക്കൂ താഴെ. തർക്കീഖുർ റാ, ഇഖ്ലാബുത് തൻവീൻ, ഇദ്ഗാമു മുതഖാരിബൈൻ, മദ്ദുൽ മുൻഫസിൽ ഫി ഹാഇൽ ളമീർ, തർക്കീഖു ലാമിൽ ജലാല. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോന്നിനും യോജിച്ച ഉദാഹരണം അതിന് നേരെ എഴുതണം. ഇപ്പം നോക്കൂ. തർക്കീഖുർ റാ, റായിൻ്റെ തർക്കീക്ക്, അതിനുള്ള ശരിയായ ഉദാഹരണം ഏതാണ്? അതെ, മിൻ ശർരി മാ ഖലഖ്. എപ്പോഴാണ് റായിനെ തർക്കീക്കാക്കുക? അതെ, റായിന് കസ്റാണെങ്കിൽ നമ്മൾ തർക്കീക്കാക്കും. ഇനി അടുത്തത് ഇഖ്ലാബുത് തൻവീൻ. എപ്പോഴാണ് ഇഖ്ലാബ് ഉണ്ടാവുക? സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് തൻവീനാണ്. അപ്പോൾ തൻവീനിന് ശേഷം ഇഖ്ലാബ് വരുന്ന പോലെ ഉദാഹരണം വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ഇവിടെ തൻവീനിന് ശേഷം
ബാ വന്നിരിക്കുന്നു. ഇനി ഇദ്ഗാം മുതഖാരിബൈനി, അതിന് ശരിയായ ഉത്തരം അലം നഖ്ലുക്കും. ഇനി അടുത്തത് മദ്ദുൽ മുൻഫസിൽ ഫി ഹാഇൽ ലമീർ. മദ്ദുൽ മുൻഫസിൽ എന്നാൽ എന്താണ്? ഒരു കലിമത്തിൻ്റെ അവസാന മദ്ദാക്ഷരവും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും. ഫി ഹാഇൽ ലമീർ, ഇവിടെ ഹാ ഉൽ ലമീർ നമുക്കറിയാമല്ലോ, ഹായിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ആ ഹാ ഉൽ ലമീറാണ്. ഈ രണ്ട് സന്ദർഭത്തിനും യോജിച്ച ഉദാഹരണം ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഇനി അടുത്തത് തർക്കീഖു ലാമിൽ ജലാല. അല്ലാ എന്ന പദമാണ് ലാമിൽ ജലാല. ഇവിടെ തർക്കീഖു ലാമിൽ ജലാല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാ എന്ന പദം തർക്കീക്കായി വരണം. അതിന് ശരിയായ ഉദാഹരണം ഫിഅത്തുൻ നുഖാതിലു ഫീ സബീലില്ലാ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.